എനിക്ക് ഇവരെല്ലാം ഇൻട്രസ്റ്റ് കാണുമ്പോ കൊതിയാന്ന് നമ്മളെല്ലാം നല്ല കാലം കഴിഞ്ഞു പോയില്ലേ, ഇപ്പൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കും എനിക്ക് ഭയങ്കര ഹാപ്പി. കാരണം അറിയോ, നിങ്ങളുമായിട്ട് ആ ഒരു ഇന്ററാക്ഷനില് നമ്മൾ തന്നെ ഭയങ്കര ഹാപ്പി ആവുന്ന ആ ഒരു എന്താ ഇവന്റിലൊക്കെ മുഖത്തുള്ള സീരിയസ്നെസ് അല്ലേ? രണ്ടാളും കൂടി അങ്ങോട്ടാ പോകുന്നത്? കോഴിക്കോട്. അപ്പൊ ബിലാലില്ല, ബിലാൽ സ്കൂളിൽ പോയി. ബിലാൽ 10ാം ക്ലാസ് ആയതുകൊണ്ട് ഓനെ അധികം ഇടങ്ങാറാക്കുന്ന ടീച്ചേഴ്സും എല്ലാവരും പറയുന്നുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് ക്യാമറാമാനും എല്ലാം ഞാൻ തന്നെ. ഓക്കെ, നമുക്ക് എന്താ പറയാനുള്ള? എനക്കൊന്നും പറയല്ല, പോയി നോക്കട്ടെ. மருதாணி வாசம் வீச விருந்தாளி வீட்ட சுத்த சந்தோஷம் குறையா போகாது. അല്ല, എന്താണ് ഈ ലോജിസ്റ്റിക്സ് ആക്ച്വലി? എക്സ്പോർട്ടിങ് ആൻഡ് ഇമ്പോർട്ടിങ് നമ്മളെ ലൈഫിൽ ഡെയിലി നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെ മനുഷ്യന്മാരുള്ള കാലം അത്രയും ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് ഉണ്ടാവുമല്ലോ. പിന്നെ വെയർ ഹൗസ് ഉണ്ട്, അതുപോലെ ഫ്രൈറ്റ് ഫോർവേഡ് ഉണ്ട്. നമ്മളിവിടെ തിരഞ്ഞെടുക്കാൻ എന്താ വെച്ചാൽ GCC ട്രെയിനിങ് കൊടുക്കുന്നതിനെ കൊണ്ട് GCC ട്രെയിനിങ് ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേമാതിരി പിന്നെ മെയിൻ ആയിട്ട് ഇന്റർനാഷണൽ 3 month OJT നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. 3 month ഇവിടെ ചെയ്യാം, 3 month വേണമെങ്കിൽ ദുബായിൽ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ എന്താ വെച്ചാൽ ഇവര് സ്വന്തമായിട്ട് ഒരു കമ്പനിയിലെ ആളാണ്. ഫ്രണ്ട് ലൈൻ എന്ന് പറഞ്ഞാല് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമാണ്, സ്വന്തമായിട്ട് ഒരു കമ്പനി ഉണ്ട്. അപ്പോൾ അതിന്റെ എക്സ്പീരിയൻസ് കൂടി നേരെ ട്രാക്കിലേക്കും കയറ്റും അല്ലേ? അതായത് ഇവിടെ കോഴ്സ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ ഇവിടുന്ന് പഠനത്തോടൊപ്പം തന്നെ നമ്മളൊരു ഫസ്റ്റ് ഒരു തിയറി ഇവിടെ പഠിപ്പിച്ചതിന് ശേഷം പ്രാക്ടിക്കൽ പഠിക്കാനുള്ള ഒരു അവസരം നമുക്ക് വിദേശ രാജ്യങ്ങളിൽ തന്നെ കിട്ടുന്നുണ്ട് അല്ലേ? ദുബായിലേക്ക് കിട്ടുന്ന പറഞ്ഞിരുന്നത്. ബ്രാഞ്ചസ് ഉണ്ട്. അധിക സ്ഥലത്ത് ഇല്ലാത്തൊരു സംഭവം തോന്നുന്നത് അല്ലേ? ഇതൊരു പ്രത്യേകത തന്നെ വരുമ്പോൾ തന്നെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഏകദേശം ഒരു ഇവിടെ കോഴിക്കോട് തന്നെ ഇപ്പോൾ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതെ അതെ അതെ, മാക്സിമം ഒരു 6-7 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അന്വേഷിച്ചിട്ടാണ് ഇവിടെ അഡ്മിഷൻ എടുത്തത്. അതായത് കോഴിക്കോട് തന്നെ 6-7 ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. എല്ലാ സ്ഥലത്തും അന്വേഷിച്ചിട്ട് വന്ന പഹേനാണ് അയാള്. എല്ലാ സ്ഥലത്തും എല്ലാം കൊണ്ടും ഏറ്റവും ബെറ്റർ ആയ ഒരു സ്ഥലമാണ് ഫ്രണ്ട് ലൈൻ. ഓക്കെ, 5000 ഫീസ് അടച്ചാൽ അപ്പൊ നമുക്ക് ഇവർക്ക് 5000 രൂപ ഫീസ് കുറച്ച് കൊടുക്കാൻ പറയുന്നുണ്ട്. ഞാൻ പറയാം എന്തായാലും. മെയിൻ ആയിട്ട് അവരെ 6 month ട്രെയിനിങ് തന്നെ അടിപൊളി. പിന്നെ ഇവിടെ എന്താ വെച്ചാൽ ഇപ്പോൾ 1 year കോഴ്സ് ആണുള്ളത്. അതിൽ 6 month ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ 6 month OJT ചെയ്യുന്ന ടൈം ഉണ്ടല്ലോ, ആ OJT ചെയ്യുന്ന ടൈമിൽ 6 month നമുക്ക് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്ലസ് OJT സർട്ടിഫിക്കറ്റും. കാരണം എന്താ വെച്ചാൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇവർക്ക് സ്വന്തമായിട്ട് കമ്പനി ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാം, 6 month ഒരു മറ്റേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. സ്ഥാപനം ഇവിടെ വെച്ചിട്ടുള്ളതിൽ ഏറ്റവും നല്ലൊരു സ്ഥാപനം തന്നെ. ദിവസം എത്ര ക്ലാസ്സുകളുണ്ട്? 2 batch, 8:30 11:30 ആയിട്ട്. മെയിനായിട്ട് ഇവിടുത്തെ ഫാക്കൽറ്റീസ് അടിപൊളി, ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് ആയാലും സാർമാരും അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കുക. അതിൽ നമുക്കൊരു സാറൊക്കെ ഉണ്ട്, സാറ് നല്ലതായിട്ട് കെട്ടിലായിട്ട് മനസ്സിലായി നമ്മളൊരു പോയിന്റ് എന്താ പറയുക തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലൊക്കെ നോക്കിയിട്ട് ആ ഒരു പോയിന്റിലേക്ക് എത്തിക്കാൻ നോക്കും. ആ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണെങ്കിലും ഒരു ആൻസർ പറയാൻ, തെറ്റാണെങ്കിൽ കൂടി ആൻസർ പറയാനുള്ളൊരു അവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു കോൺഫിഡൻസ് നൽകുന്ന ഒരു സാർ. ആ സാറിന്റെ പേര് പറയണത്, എവിടെയൊക്കെയാണ് നമ്മൾ സാറിന്റെ പേര് പറയേണ്ടത്? അഭിഷേക് സാർ. റിനി മാം അടിപൊളിയാണ്, ആനി മാം അടിപൊളിയാണ്. ഫ്രണ്ട് ലൈനിൽ ഏറ്റവും മികച്ചമായിട്ടുള്ള ഇപ്പോഴുള്ള സാങ്കേതിക വിദ്യ അവിടെ ഉണ്ട്. അതായത് സിലബസ് ആണ് അതായത് ഇപ്പൊ ഞങ്ങൾ പഠിക്കുന്ന സിലബസ് അല്ല അടിയുള്ളവർ പഠിക്കുന്നത്. ഒരു പിന്നെ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്, പുതിയ സാധനം എന്താ വെച്ചാൽ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ OJT പ്രോഗ്രാം എല്ലാവർക്കും അറിയുന്ന പോലെ ഫ്രണ്ട് ലൈനിൽ മാത്രമുള്ള ഒരു സാധനമാണ്. പുറത്തുള്ള ആൾക്കാർ അവിടെ തിയറി പഠിച്ചതിന് ശേഷം OJT ചെയ്യാനായിട്ട് ഇവിടെ വരുന്നുണ്ട്. അത് ഇതിന്റെ ഒരു ക്രെഡിറ്റ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. നിന്റെ സ്ഥലം എവിടെയാ? കറക്റ്റ് വടകര മണിയൂർ ഭാഗത്തുള്ള ആളാണ്, നമ്മളെ നാട്ടുകാരനാണ്. എങ്ങനെ ഇവിടെ താമസിച്ചാൽ ഡെയിലി പോയിട്ട് വരുന്നതാണോ? താമസിക്കും. കമലമ്മ ഇതൊക്കെ കേട്ടിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. എന്താ കമലമ്മക്ക് പറയാനുള്ളത്? ഇപ്പോഴത്തെ കുട്ടികൾ ഓരോരു ഇത് കേൾക്കുമ്പോൾ എനിക്കൊരു അത്ഭുതം പോലെ തോന്നുന്നു. നമ്മളൊന്നും ഇതൊന്നും പണ്ടിതൊന്നും ആലോചിച്ചിട്ടേ ഇല്ല. എങ്ങനെയോ ലേശം പഠിച്ച് ഇവിടെ എത്തി. അത്ര ഇപ്പോഴത്തെ കുട്ടികൾ നല്ല ധാരണയുണ്ട് മേലോട്ട് നമ്മളെ ജീവിതം എങ്ങോട്ടേക്ക് നീക്കണം എന്നുള്ളൊരു. ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ ആദ്യമായിട്ടാണ് പേര് കേട്ടിട്ടുണ്ട് മുമ്പേ. ഇവിടെ ഇങ്ങനെയാണെന്നൊക്കെ അറിയാം. അകത്തൊക്കെ കയറി കണ്ടപ്പോൾ സന്തോഷമുണ്ട്. ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ സന്തോഷം. ഞാനിവിടെ ബ്രാഞ്ച് ഹെഡാണ്. 3 years ആയി. ഇവിടെ പഠിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഫ്ലൈറ്റ് ഫോർവേഡിങ് കമ്പനികളിൽ പെട്ടെന്ന് പ്ലേസ്ഡ് ആവും. അവരെ കമ്പനികൾ പ്രിഫർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സിലബസും അതേപോലെ നമ്മുടെ ഈ OJT ഒക്കെയാണ്. OJTയിൽ അവരെ ജോലി പഠിപ്പിച്ചിട്ടാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് അയക്കുന്നത്. തുടക്കം മുതൽ തന്നെ അവരെ നമ്മൾ ട്രെയിൻ ചെയ്യും, എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്. അതിന് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ മാത്രമല്ല, ആ ഇൻ്റർവ്യൂവിലേക്ക് അവരെ എത്താൻ വേണ്ടിയിട്ട് വേണ്ട എല്ലാ ട്രെയിനിങ്ങും
ട്രെയിനിങ്, ആ സ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ്, നോളജ്, എങ്ങനെയാണ് ഹൗ ടു അറ്റൻഡ് ആൻ ഇൻ്റർവ്യൂ, ഇതെല്ലാം ട്രെയിനിങ് നമ്മൾ അവർക്ക് കൊടുത്തിട്ടാണ് അവർ പറഞ്ഞയക്കുന്നത്. നമ്മളൊരു ലോജിസ്റ്റിക്സ് കമ്പനി നടത്തുന്ന അക്കാഡമിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് എന്താണ് ഒരു ഫ്രൈറ്റ് ഫോർവേഡിങ് കമ്പനിയിൽ നടക്കുന്ന ജോബ്, ആ ഒരു വർക്ക് പ്രൊഫൈലൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു ട്രെയിനിങ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നു എന്ന് മാത്രമല്ല, അതിനൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൂടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു തിയറി, ഒരു കോഴ്സ് പഠിച്ച്, ജസ്റ്റ് ഒരു കോഴ്സ് പഠിച്ച് ഇറങ്ങുമല്ല, അവരൊരു വർക്ക് എക്സ്പീരിയൻസോടു കൂടിയാണ് ഇറങ്ങുന്നത്. അപ്പോൾ അത് 1 ഇയർ കൊണ്ട് തന്നെ അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ലോജിസ്റ്റിക് കോഴ്സിന് ജോയിൻ ചെയ്യാൻ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ് ആവശ്യം? ബേസിക് ക്വാളിഫിക്കേഷൻ ഡിഗ്രി തന്നെയാണ്. പക്ഷേ നമ്മൾ +2 കഴിഞ്ഞ കുട്ടികളെയും സെലക്ട് ചെയ്യാറുണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് തന്നെ എടുക്കുന്നത്. കാരണം അവർക്കത് പഠിക്കാൻ പറ്റണം. പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിലൂടെ പ്ലേസ്മെൻറ്റ് നിർബന്ധമായും കിട്ടണം. ഇവിടെ ഒരു കോഴ്സ് പഠിച്ചു എന്നതുകൊണ്ട് കാര്യമില്ല, കുട്ടിക്ക് ജോലി കിട്ടണം. അപ്പോൾ +2 പഠിച്ച കുട്ടിയാണെങ്കിൽ നമ്മൾ അവരെ ഇവിടെ കോഴ്സ് അഡ്മിഷൻ എടുക്കുന്ന ഒപ്പം തന്നെ ഒരു ഡിഗ്രിക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അവരെ എൻകറേജ് ചെയ്യും. കാരണം അവർ ആ ഡിഗ്രി കൂടെ ഉണ്ടെങ്കിലാണ് എപ്പോഴും ഇൻഡസ്ട്രിയിൽ നമുക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയാൽ പോലും പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബെനിഫിറ്റ് ആവുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ഒരു ധാരണയുണ്ട്, ഡിഗ്രി കഴിഞ്ഞാൽ എന്തിനു പോകണം എന്നുള്ള ഒരുപാട് കോഴ്സുകളും ഉണ്ട്. അവർക്ക് തന്നെ ഒരുപാട് ഇൻഫർമേഷൻ സോഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് പഠിച്ചാലാണ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളത്, അല്ലെങ്കിൽ എവിടെ പഠിക്കണം എന്നൊക്കെ കിട്ടും. അപ്പോൾ ആ ഒരു മാർക്കറ്റിൽ ഇന്ന് കുട്ടികൾ ഇങ്ങനെയുള്ള കോഴ്സുകളാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ അവർ പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം, ഒന്ന് ഷോർട്ട് ഡ്യൂറേഷൻ, പെട്ടെന്ന് ജോലി കിട്ടണം, പെട്ടെന്ന് ഏണിങ്സ് ആവണം. അതുകൊണ്ട് തന്നെ അവരിങ്ങനെയുള്ള കോഴ്സ്. ലോജിസ്റ്റിക് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കൂടുതലും മെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ജോബാണല്ലോ നമ്മളെ മനസ്സിൽ വരിക. പക്ഷെ ഇവിടെ ഗേൾസും പഠിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ തീർച്ചയായിട്ടും. അതായത് ഇത് മെയിൽ ഫീമെയിൽ എന്നുള്ള കാറ്റഗറൈസേഷൻ ഇല്ല. നമ്മളിപ്പോൾ ഒരു MBAക്ക് ഒരു കുട്ടി പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ജോലി കിട്ടുന്നത്? അവിടെ എല്ലാവരും മെയിൽ ഫീമെയിൽ ഒരുപോലെ പഠിക്കുന്നില്ലേ? എങ്ങനെയാണ് ജോലി കിട്ടുന്നത്? ഏതെങ്കിലും ഒരു കമ്പനിയിൽ അത് ഒന്നെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റൽ, ഓപ്പറേഷൻസ്, ഫൈനാൻസ്, ഇവിടെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി കിട്ടുന്നത്. അവർ സ്പെഷ്യലൈസ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഒരു ഫ്രൈറ്റ് ഫോർവേഡിങ് കമ്പനിയിലും ഈ എല്ലാ ഫങ്ഷൻസും ഉണ്ട്. അപ്പോൾ അതിൽ ഓപ്പറേഷൻസിലോ മാർക്കറ്റിങ്ങിലോ ഫൈനാൻസിലോ ഒക്കെയാണ് നമ്മുടെ കുട്ടികളും പ്ലേസ്ഡ് ആവുന്നത്. അപ്പം മെയിലിനും ഫീമെയിലിനും ഒന്നും അങ്ങനെ സെപ്പറേഷൻ അവിടെ വരുന്നില്ലല്ലോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഡെസ്ക് ജോബാണ്, സിസ്റ്റം ഓറിയന്റഡ് ആണ്, ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സാണല്ലോ. അപ്പോൾ ഇത് ഈ സ്ഥാപനം തന്നെ അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ക്യാമ്പസ് സെലക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ? ഓഫ് കോഴ്സ് നമ്മൾ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഈ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ കൊടുക്കാൻ മാത്രമല്ല, ആ ഇൻ്റർവ്യൂ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇൻ്റർവ്യൂവിൽ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, പ്രസൻറ്റ് ചെയ്യണം, അതിനെന്തൊക്കെ സ്കിൽ സെറ്റ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം, അത് നമുക്ക് Day 1 ഓൺവേർഡ്സ് അതിനുള്ളൊരു ട്രെയിനിങ് എല്ലാം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇൻ്റർവ്യൂ ഇവിടെ അറേഞ്ച് ചെയ്യും. ക്യാമ്പസ് ഇൻ്റർവ്യൂ ഉണ്ട്. ഞങ്ങളിപ്പോൾ ഈ ഒരു റീസെൻ്റായിട്ടൊരു 3 ക്യാമ്പസ് ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇപ്പോൾ ഈ 2 മാസത്തിൻ്റെ ഉള്ളിൽ 3 എണ്ണം കഴിഞ്ഞു. പിന്നെ അത് കൂടാതെ ഇപ്പോൾ ഒരു പ്ലേസ്മെൻറ്റിൽ, ഒരു ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ എല്ലാവരും കൂടെ പ്ലേസ്ഡ് ആവത്തില്ലല്ലോ, കുറേ പേരും കൂടെ പ്ലേസ്ഡ് തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് മറ്റ് കമ്പനികളിൽ അവിടെ ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇനി ഇതുകൂടാതെ കുട്ടികൾ സ്വന്തമായിട്ട് കണ്ടെത്തുന്നവരും ഉണ്ട്. മലപ്പുറം, കണ്ണൂര്, തലശ്ശേരി. അപ്പം നമ്മൾ ആ ഭാഗത്തു നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ പഠിക്കുന്നുണ്ട് അല്ലേ? 6 മാത്രം പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫ്രണ്ട്ലൈൻ. അപ്പോൾ ഇവിടെ 100% പ്ലേസ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് കുറച്ച് നല്ല ഇതായിട്ട് തോന്നി. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെയും കാട്ടും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നി. എൻ്റെ 2-3 ഫ്രണ്ട്സെല്ലാം ഇവിടെ പഠിക്കുന്നുണ്ട്. അവരെല്ലാം പറഞ്ഞ റെക്കമെൻഡേഷൻ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അങ്ങനെ എത്തിയാണ് അല്ലേ? ഓക്കെ. നമ്മുടെ കണ്ണൂരിൽ നിന്ന് വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ പഠിക്കുന്നത്? മൂപ്പർ നേരത്തെ കണ്ട ആളല്ലേ? സ്ഥലം ചോദിക്കാൻ പറ്റും. നിങ്ങളെ സ്ഥലം എവിടെയാ? ഫറോക്ക്. ഓക്കെ. നിങ്ങളെ സ്ഥലം? പെരിന്തൽമണ്ണ. ഓക്കെ. എൻ്റെ ഒരു പ്രഭാകരൻ. എവിടെ സ്ഥലം? പയ്യന്നൂർ. ഇവിടെ എത്ര വർഷമായി സാർ പഠിക്കും? ഇവിടെ 1 വർഷമായി. 1 വർഷം. എന്താ നിങ്ങളെ കുട്ടികളെ കുറിച്ച് പറയാനുള്ളത്? വെരി ആക്റ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ്. അവർ നന്നായിട്ട് അവർക്ക് എന്താ വെച്ചാൽ ജോലി ചെയ്യണമെന്നുള്ള താല്പര്യത്തോട് വരുന്നതാണ്. അസൈൻമെന്റ്സ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ബോധമുണ്ട്. നമ്മുടെ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഒരു ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് കമ്പനി നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, വേറെ ആരും നടത്തുന്നില്ല. അപ്പോൾ നമ്മളെ ട്രെയിനിങ്ങിന് വേണ്ടി പ്രോപ്പർ ട്രെയിനിങ് കൊടുത്ത് നമ്മുടെ ബാക്ക് എൻഡ് ഓഫീസിലുണ്ട്, അവിടെ കൊണ്ടുപോയി ട്രെയിനിങ് കൊടുത്തിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അവരെ റീമോൾഡ് ചെയ്യാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് 6 മാസത്തെ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. ആ എക്സ്പീരിയൻസാണ് അവരെ ജോലിയിൽ കയറ്റി കൊടുക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ വെറും ഈ ഒരു ഓൺ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് കൊടുക്കും. നമ്മളൊരു ഓഫീസിൽ എന്തൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യണം, ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പെരുമാറണമെന്ന് പോലും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾക്ക് കൊടുത്തുകൊണ്ട് റീമോൾഡ് ചെയ്തുകൊണ്ട് കൂടിയത് കുട്ടികൾ.
ഇപ്പോൾ ലാംഗ്വേജും കൊടുക്കുന്നുണ്ട്. അതുമാതിരി ഇത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് അവർ പ്രസൻറ്റബിൾ മോഡിലേക്ക് കൊണ്ടുവന്ന് അവർ പെട്ടെന്ന് തന്നെ അവർക്ക് 6 months കഴിഞ്ഞാൽ അവർക്ക് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർക്ക് ജോലി ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു മോഡിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. പേര് നാഫി. നാഫിയുടെ സ്ഥലം? ഞാൻ ഫറൂഖാണ്. ഫറൂഖ്, എങ്ങനെ ഫ്രണ്ട് ലൈനിലേക്ക് എത്തി? എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത്? ഞാൻ +2 കഴിഞ്ഞതാണ്. +2 കഴിഞ്ഞിട്ട് വേഗം ജോലിയിലേക്ക് കയറണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം കുറേ അന്വേഷിച്ചു. കോഴിക്കോട് മാത്രമാണ് അന്വേഷിച്ചാൽ പുറത്ത് വേറെ പുറത്തും കോഴിക്കോടൊക്കെ അന്വേഷിച്ചു. ഫ്രണ്ട് ലൈന് ഒരു ഓൺ കമ്പനിയാണ്. അപ്പോൾ അവർ തന്നെയാണ് അവരെന്നെ പഠിപ്പിക്കണമെന്ന് കേട്ടപ്പോൾ അന്വേഷിച്ചപ്പോഴും എന്നാൽ ബെസ്റ്റായി തോന്നി. എൻ്റെ ഫ്രണ്ടും വഴി അന്വേഷിച്ചു. എന്നിട്ട് നല്ല സർട്ടിഫിക്കറ്റ് വാല്യൂ. പേര് സാഫുദ്ദീൻ, പന്തീരങ്കാവ്. ഇതിന് മുമ്പിൽ ഒരാൾ നമ്മളെ പീടികയിൽ നിൽക്കുന്ന ഒരാൾ വയ്യാണ് ഇവിടെ എത്തിയത്. ഓനിവിടെ ഓൻ്റെ കസിൻ്റെ ആൾക്കാർ ഇവിടെ തന്നെ പണിക്ക് കയറിയിട്ട് ദുബായിൽ പണി കിട്ടി. പേര് അഭിജിത്ത്. കണ്ണൂരിന്ന് കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട് സെർച്ച് ചെയ്തിന് ഓൺലൈനിൽ. അപ്പോൾ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ഓൺ ദ ജോബ് ട്രെയിനിങ്ങിന് സർട്ടിഫിക്കറ്റ് വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അവർ ഇതിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതുകൊണ്ട് സെലക്ട് ചെയ്തു. ഏത് കോഴ്സാണ് ചെയ്യുന്നത് ഇപ്പോൾ? ഇപ്പം ലോജിസ്റ്റിക്സ് ചെയ്യാൻ കാരണം എന്താ? അത് ചെയ്യാൻ കാരണം ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. ഇമ്പോർട്ട് എക്സ്പോർട്ട് വേൾഡ് വൈഡ്ലി ലാർജർ ആണ്. അപ്പം നമുക്ക് ഈ മോഡലി യൂസ് ചെയ്യാനും ആക്സബിൾ കൂടുതലാണ്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. പിന്നെ പോരാത്തതിന് ഫ്രണ്ട് ലൈനിൽ OJT പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ്. സോ അതുകൊണ്ടാണ് ലോജിസ്റ്റിക് ഫ്രണ്ട് ലൈനിൽ ചൂസ് ചെയ്യുന്നത്. ഫ്രണ്ട് ലൈനിന്റെ മെയിൻ പ്രത്യേകത OJT ആണ്. യെസ്, 6 month OJT കിട്ടുന്നുണ്ട്. അതായത് ട്രെയിനിങ് തന്നെയാണ്. നമുക്ക് 6 month എക്സ്പീരിയൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്ഥലം എവിടെ പറഞ്ഞ കറക്റ്റ്? എൻ്റെ ഒളവണ്ണ. ഓക്കെ. അപ്പോൾ കുറേ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ ആൾക്കാരുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സത്യത്തിൽ എന്താ? അതായത് ഒരു ഫ്രൈറ്റ് ഫോർവേഡിങ് കമ്പനിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്ത് വർക്കാണ് ചെയ്യേണ്ടത്, അതായത് ഒരു ഫ്രൈറ്റ് മൂവ് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രൊസീജിയർ എന്തൊക്കെയാണ്, അതിനെന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് വേണം, ആ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ക്ലാസ്സിൽ നിന്ന് തന്നെ തേടിയെന്ന് പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഡോക്യുമെൻറ്റ്സ് അത് എങ്ങനെയാണ്, ഹൗ ടു പ്രിപ്പയർ ഇറ്റ്, അതിവിടെ അവർ പ്രിപ്പയർ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിയുമ്പോഴേക്കും ഈ ഓൺ ജോബ് ട്രെയിനിങ് കഴിയുമ്പോഴത്തേക്ക് 6 months ആണ് ഇതിൻ്റെ പീരീഡ്. ഇത് കഴിയുമ്പോഴേക്കും അവർക്കൊരു കമ്പനിയിൽ, ഒരു ലോജിസ്റ്റിക്സ് കമ്പനി ചെന്നാൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ്, അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഒക്കെ ഇവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞു. എനിക്ക് ഇവരെല്ലാം ഇൻട്രസ്റ്റ് കാണുമ്പോൾ കൊതിയാന്ന്. നമ്മളെല്ലാം നല്ല കാലം കഴിഞ്ഞു പോയില്ലേ, ഇപ്പൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവരൊക്കെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര മുന്നോട്ടേക്കുള്ള ജീവിതത്തിന് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഇത് കണ്ടാൽ മനസ്സിലാവും. അതെ. എന്താ ഇവന്റെ മുഖത്തുള്ള സീരിയസ്നെസ് അല്ലേ? നല്ല ഉയർന്ന മേഖലയിൽ എത്തട്ടെ. കമലമ്മേന്റെ പ്രത്യേകം അനുഗ്രഹം. മക്കളെ, കമലമ്മേന്റെ അനുഗ്രഹം കിട്ടി ആരും മോശമായിക്കില്ല കേട്ടാ. നമുക്കിപ്പം ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ പഠിക്കുമ്പം ഫീസ് ഒരു കൺസേൺ ആണല്ലോ. അപ്പോൾ 1 year അത് തീർക്കുമ്പോൾ ചില പേരൻസിനൊക്കെ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനാണ് നമുക്കൊരു സ്കിൽ ലോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റിൽ വരുന്നതാണ്. അപ്പം NSDC ആണ് നമ്മളുടെ ഒരു അഫിലിയേഷൻ. ഒന്ന് NSDC ആണ്. അപ്പോൾ ഈ സ്കിൽ ലോണ് കുട്ടികൾക്ക് പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ നിന്ന് കിട്ടും. അത് അവർ ജോലി കിട്ടിയിട്ട് തിരിച്ചടച്ചാൽ മതി. എഡ്യൂക്കേഷൻ ലോൺ അല്ല, സ്കിൽ ലോണ് വേറെ ഇല്ല. 1 time അടയ്ക്കണം എന്നൊന്നുമില്ല. അവർക്ക് മന്ത്ലി അടച്ചാൽ മതി, ഒരു ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കാം. ഇനി 1 time അടയ്ക്കുന്ന പേരൻസും ഉണ്ട്. ചിലർ വന്നിട്ട് ചോദിക്കും എത്രയാണ്, ഞങ്ങൾ ഒന്നിച്ച് ചെയ്യാം, അതിനെന്തെങ്കിലും ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ വരുന്ന സമയത്ത് അതിനുള്ളൊരു ഡിസ്കൗണ്ട് ഉണ്ടോ. ഞാനിവിടെ ബ്രാഞ്ച് ഹെഡാണ്, കാലിക്കറ്റ് ബ്രാഞ്ചിൻ്റെ ഡോക്ടർ ആനി റോസ്. ഞങ്ങളുടെ കോഴിക്കോട് മലാപ്പുറം. ശരിക്കും എനിക്ക് ഭയങ്കര ഹാപ്പി. കാരണം എന്തറിയോ, നിങ്ങളുമായിട്ട് ആ ഒരു ഇന്ററാക്ഷനിൽ നമ്മൾ തന്നെ ഭയങ്കര ഹാപ്പി ആവുന്ന ആ ഒരു ഇതാണ്. ശരിക്കും വി ഫീൽ സോ ഗുഡ്, സോ നൈസ്. ശരിക്കും ഒരു ഫാമിലി ഫീലാണ് ശരിക്കും. ഒരു ധൈര്യമാണ് അല്ലേ. നമ്മൾ പല വ്ളോഗേഴ്സിനും ചെയ്യാറുണ്ട്, അവർ വന്നിട്ട് ചെയ്തു തരുന്നതാണ്. എന്നാലും പക്ഷെ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ്. നമുക്കത് വളരെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു പ്രസന്റേഷനും എല്ലാം നന്നായിട്ട് ഞങ്ങൾക്കുള്ള ഒരു അംഗീകാരമാണ് അത്. ബാക്കിയുള്ള നെക്സ്റ്റ് ആണ്. അപ്പോൾ എല്ലാ രക്ഷിതാക്കളോടും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. എങ്ങനെയെങ്കിലും അല്ലേ, ഒന്നിങ്ങനെ ബ്ലോക്കായി ലൈഫിൽ എപ്പോഴും നമ്മൾ സംഭവിക്കുക വെച്ചാൽ ഒരു പ്രായത്തിൽ നമ്മളൊന്ന് ബ്ലോക്ക് ആവാറുണ്ട്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മളിങ്ങനെ
ടെൻഷൻ അടിക്കുന്ന സമയത്ത് ആരും വീണുപോയി എന്ന് വിചാരിക്കണ്ട. വീണെടുത്ത് എഴുന്നേക്കാനുള്ള ഒരു എനർജി ഇവിടുത്തെ സ്റ്റുഡൻസ് നേരത്തെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പഠനത്തോടൊപ്പം തന്നെ ഈ ആത്മവിശ്വാസങ്ങൾ കിട്ടുമ്പോൾ നമുക്കൊരു എനർജി വരും. ജീവിതാനുഭവങ്ങളുടെ സമ്പത്തുള്ള ടീച്ചേഴ്സാണ് ഇവിടെ ഉള്ളത്. അവർ പല അനുഭവങ്ങളും പറഞ്ഞ് സ്റ്റുഡൻസിനെ ആ ട്രാക്കിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ധർമ്മം കൂടി ഇവരൊക്കെ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ജോലി കിട്ടിയിട്ട് പെട്ടെന്ന് പൈസ കിട്ടണം, എന്നാലും എനിക്ക് എൻ്റെ ഫാമിലി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ബ്ലോക്കായി നിൽക്കുന്ന എൻ്റെ അന്യന്മാരോടാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ നിൽക്കുമ്പോൾ ഫ്രണ്ട് ലൈനിലേക്ക് വന്നിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയുള്ള കോഴ്സ് സെലക്ട് ചെയ്തിട്ട് പെട്ടെന്ന് ജോലിയിലേക്ക് കയറുക. ഓക്കെ, ബൈ ബൈ.